നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ ചെന്നപ്പോഴാണ് ഒ മാധവൻ സാറിൻ്റെ മകൾ സന്ധ്യ എ രാജേന്ദ്രനെ പരിചയപ്പെടുന്നത്. സന്ധ്യ നിങ്ങൾക്കറിയാം, ഒ മാധവൻ സാറിനെ അറിയാമായിരിക്കും, മുകേഷിൻ്റെ അച്ഛൻ, മുകേഷിൻ്റെ സഹോദരി. രാജേന്ദ്രൻ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിലും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച ആളാണ്. എങ്ങനെയോ അവർ പരിചയപ്പെട്ടു, നല്ല സ്നേഹിതരായി. തൃശ്ശൂരിലെ പ്രശസ്തമായൊരു വലിയ വീട്ടിലെ പയ്യനാണ് രാജേന്ദ്രൻ. സന്ധ്യയെ ചോദിച്ച് വീട്ടിൽ വന്നപ്പോൾ ഓ മാധവൻ സാറിനും സമ്മതം. അതിനെന്താ, നമുക്ക് കെട്ടിക്കാം എന്ന് സമ്മതം പറഞ്ഞു. വിവാഹം കഴിച്ചു. എ രാജേന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കാവടിയാട്ടത്തിലെ പ്രധാന വില്ലനായിരുന്നു. ഒരു പ്രത്യേക സ്വഭാവക്കാരൻ, പെട്ടെന്ന് അടിക്കില്ല ആരോടും എന്ന് തോന്നും. നമുക്ക് ഒരു അല്പ കടുകെട്ടിയാണോ എന്ന് തോന്നും. ജയറാമും സിദ്ദീഖും ജഗദീഷ് കുമാറും ആണല്ലോ കാവടിയാട്ടത്തിലെ പ്രധാന വേഷക്കാർ. അവരോടൊപ്പം അഭിനയിക്കാൻ വന്നപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിച്ചു എങ്കിൽ പോലും രാജേന്ദ്രൻ ഒന്ന് പതറിയോ എന്നെനിക്കൊരു സംശയം. അതിനെ ഈ മൂവർ സംഘം മുതലാക്കി എന്നും എനിക്ക് മനസ്സിലായി. അഭിനയിക്കുമ്പോൾ പരമാവധി കളിയാക്കി രാജേന്ദ്രനെ ഒരു പരുവമാക്കി. മുകേഷിനെ വെച്ച് ഇവർ പല കഥകളും പറയും. മുകേഷിനെ തുലയ്ക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു സ്വന്തം അളിയൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ നമ്മൾ ചെയ്യാനിരിക്കുന്നത് പതറിപ്പോവും. ആരായാലും ഫൈറ്റ് എടുക്കുമ്പോഴൊക്കെ ടൈമിങ് ഒട്ടുമില്ലാത്ത ഈ തുടക്കക്കാരനെ ശരിക്കും വെള്ളം കുടിപ്പിച്ചു ജഗതിയും ജയറാമും കൂടി. എന്തു പറ്റി എന്നറിയില്ല, ടൈമിങ് ശരിയാകുന്നില്ല എന്ന് സ്വയം വിമർശിച്ചുകൊണ്ട് നിൽക്കും രാജേന്ദ്രൻ. സ്വയം പറയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. ഒന്നാമത് ഈ പല്ല് കടിച്ച് സംസാരിക്കുമ്പോഴേ രാജേന്ദ്രൻ സംസാരിക്കും. ടൈമിങ് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ പറയും. ഇവരും തുടക്കകാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വന്നത്, നിങ്ങൾ ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞിട്ടൊന്നും രാജേന്ദ്രൻ്റെ ടെൻഷൻ മാറിയില്ല. കൈമുറുക്കി ഇടിക്കുമ്പോൾ ഇവർ മാറിക്കളയും. കൈ ചുമരിൽ ചെന്നിടിച്ച് ഇവിടെ ഈ ഭാഗത്തുള്ള തൊലിയെല്ലാം അടന്ന് രക്തം വരികയാണ്. പക്ഷെ അതൊന്നും രാജേന്ദ്രൻ കാര്യമാക്കുന്നില്ല. ഇവർ ഒരിക്കൽ പോലും ഒരു നല്ല വാക്ക് പറഞ്ഞില്ല ആ പാവത്തിനോട്. 1981 ഗ്രീഷ്മം എന്ന ചിത്രത്തിലൂടെയാണ് രാജേന്ദ്രൻ സിനിമയിൽ അഭിനയത്തിന് തുടക്കം കുറിക്കുന്നത്. കളിയാട്ടം, കാവടിയാട്ടം, പ്രണയവർണ്ണങ്ങൾ, മീശമാധവൻ, പട്ടാഭിഷേകം, ദയ തുടങ്ങി ഒരു 10-50 പടമെങ്കിലും രാജേന്ദ്രൻ ചെയ്തിരിക്കും. സേതുനാഥ സാർ സംവിധാനം ചെയ്ത ഒരു പെണ്ണിൻ്റെ കഥ ഞാൻ പരമ്പരയാക്കുന്നു എന്ന വാർത്ത എങ്ങനെയോ പുറത്ത് ലീക്കായി. എന്നെ വിളിച്ചു ഒരു നാൾ രാജേന്ദ്രൻ. മാധവൻ തമ്പി എന്നുള്ള വേഷം എനിക്ക് വേണ്ട, സത്യമാഷി ചെയ്ത പ്രധാന കഥാപാത്രമാണ്. ആ സിനിമയിലെ നമ്മുടെ പറവൂർ ഭരതൻ ചെയ്ത ഒരു ട്രേഡ് യൂണിയൻ നേതാവുണ്ടല്ലോ, ആ വേഷം വലുതാക്കി എനിക്ക് തരണം. എനിക്കതൊരു ആഗ്രഹമാണ്, ആ വേഷം ചെയ്യണമെന്ന്. ഞാൻ ഉറപ്പ് പറഞ്ഞു, ഉറപ്പായിട്ട് ഞാൻ ചെയ്യുമെങ്കിൽ താങ്കളുണ്ടാവും. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ഒ മാധവൻ സ്ഥാപിച്ച, അല്ലെങ്കിൽ ഒ മാധവനും ONV കുറുപ്പും ദേവരാജനും എല്ലാം കൂടി സ്ഥാപിച്ച കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളുടെ നടത്തിപ്പുകാരനായിരുന്നു മാധവൻ സാറിന് ശേഷം രാജേന്ദ്രൻ. അതിൻ്റെ സംവിധായകനുമായിരുന്നു. കാളിദാസ് സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഭാര്യയോടൊപ്പം സീരിയലുകളുടെ ചുമതലകളും അദ്ദേഹത്തിനായിരുന്നു. കുറേ സീരിയലുകളൊക്കെ അത് നിർമ്മിച്ചു. നല്ല പിശുക്കനായിരുന്നു രാജേന്ദ്രൻ. അടുത്ത കാലത്ത് ഈ രാജേന്ദ്രനെ കാണുന്നവർ ഞെട്ടിപ്പോവുമായിരുന്നു. വല്ലാണ്ടായിപ്പോയി അദ്ദേഹം. ഡയറ്റ് കൺട്രോൾ ചെയ്തതിൽ പറ്റിയ കുഴപ്പമാണ് എന്ന് ചുമ്മാതെ അദ്ദേഹം പറയും. എനിക്ക് തോന്നുന്നു കരളിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ദേഹം ചുക്കിച്ചുളിഞ്ഞ് കറുത്തൊക്കെ വരില്ലല്ലോ. ആ ചെവി മാത്രമുണ്ട് മുഖത്ത്. മുകേഷിനേക്കാൾ ചെറുപ്പമാണ് രാജേന്ദ്രൻ. സന്ധ്യയുടെ അമ്മ വിജയകുമാരിക്ക് ഇപ്പോൾ 90 വയസ്സായി. അവരുടെ മുന്നിലൂടെ 65 വയസ്സുകാരനായ മരുമകൻ കടന്നു പോകുന്നത് കാണേണ്ട ഹതഭാഗ്യയായി അവർ എന്ന് പറയാം. അതൊരു ദൗർഭാഗ്യമാണ്. എന്തായാലും രാജേന്ദ്രൻ്റെ അവസാന കാലത്തെ കോലം അദ്ദേഹത്തിനെ പരിചയമുള്ള എല്ലാവരെയും വേദനിപ്പിച്ചതായിരുന്നു.
മലയാളിയെ സംബന്ധിച്ചിടത്തോളം 65 വയസ്സൊന്നും അവസാന വാക്കല്ല. പക്ഷേ എന്തോ മോശമല്ലാത്തൊരു അസുഖം അദ്ദേഹം ഒളിച്ചു വെച്ചുവെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒളിച്ചു വെച്ചുവെങ്കിലും അദ്ദേഹത്തിന് എന്തോ ഉണ്ടായിരുന്നു. ഇന്നങ്ങ് പോയി. എൻ്റെ പ്രിയ സുഹൃത്ത് എ രാജേന്ദ്രന് ഹൃദയാഞ്ജലി അർപ്പിക്കാം. നമസ്കാരം. നമ്മുടെ പാട്ടുകാരൻ ജയേട്ടൻ പി ജയചന്ദ്രൻ പിന്നണി ഗായകനായി മാറിയ സന്ദർഭം എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നനച്ചിരിക്കാതെയാണ് പി ജയചന്ദ്രൻ ഗായകനായത്. BSc പഠനം കഴിഞ്ഞപ്പോൾ ഒരു ജോലിക്കായിട്ടാണ് ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്ന മദ്രാസിലേക്ക്, ചെന്നൈയിലേക്ക് ജയചന്ദ്രനെ അമ്മ പറഞ്ഞു വിടുന്നത്. നനച്ചിരിക്കാതെ ഒരു ഷോയിൽ പാടാൻ അവസരം കിട്ടി. പാടിയതാണെങ്കിൽ ചുട്ട മുതൽ ചുടല വരെ ചുമടും താങ്ങി എന്നുള്ള യേശുദാസ് പാടി അനശ്വരമാക്കിയ പഴശ്ശിരാജയ്ക്ക് വേണ്ടി നമ്മുടെ റഹ്മാൻ്റെ അച്ഛൻ RK ശേഖർ ഈണമിട്ട പാട്ടായിരുന്നു. MB ശ്രീനിവാസനാണ് ഈ ഗാനമേളയ്ക്ക് നേതൃത്വം നൽകിയത്. RK ശേഖറായിരുന്നു ഈ ഗാനമേളയ്ക്ക് ഹാർമോണിയം വായിച്ചത്. ഇന്ത്യ പാക് യുദ്ധം നടക്കുമ്പോൾ ഫണ്ട് സ്വരൂപിക്കാനായി നടത്തിയ പ്രോഗ്രാമായിരുന്നു അത്. ഈ പ്രോഗ്രാം കാണാനായി ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ നിർമ്മാതാവും A. വിൻസെൻ്റ് മാഷും RS പ്രഭു എന്ന പ്രൊഡക്ഷൻ കൺട്രോളറും ഒക്കെ വന്നിരുന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഈ മൂവർ സംഘം ഒരു കാര്യം ഉറപ്പിച്ചു: ഈ ഗായകനെ നമ്മൾ സിനിമയിൽ പാടിക്കും. റിഹേഴ്സൽ സിനിമയ്ക്ക് പാടാൻ പിടിച്ചോണ്ട് പോയി. അങ്ങനെ പാട്ടിന് റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ ഈ പണി നമുക്ക് പറ്റിയതല്ല എന്നാണ് ജയേട്ട ഉറപ്പിച്ചത്. പക്ഷേ ശോഭന പരമേശ്വരൻ നായർ, ജയചന്ദ്രൻ ചേട്ടൻ്റെ അല്ലെങ്കിൽ ജയേട്ടൻ്റെ പ്രിയപ്പെട്ട പരമോണ്ണൻ, പിടിച്ച പിടിയാലെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി പാടിപ്പിച്ചു കുഞ്ഞാലി മരയ്ക്കാറ്. പക്ഷേ പുറത്തു വന്ന ആദ്യ ഗാനം മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള ദേവരായ മാഷിൻ്റെ പാട്ടായിരുന്നു. ഞാൻ പറയാൻ വന്നത് ജയേട്ടനെ കുറിച്ചല്ല. MB ശ്രീനിവാസൻ്റെ ആ ഗാനമേളയിൽ കണ്ടക്ട് ചെയ്തതും ഹാർമോണിയം വായിച്ചതും RK ശേഖർ എന്ന പാവം മനുഷ്യനായിരുന്നു. ഏത് പാട്ടാ പാടുന്നതെന്ന് RK ശേഖർ ജയേട്ടനോട് തിരക്കി. ചുട്ട മുതൽ ചുടല വരെ എന്ന് പറഞ്ഞപ്പോൾ അപ്പടിയാ ഞാൻ സംഗീതം കൊടുത്ത പാട്ടാണ്. അത്ര എളിമയോടെ പെരുമാറുന്ന കലാകാരനായിരുന്നു RK ശേഖർ. മലയാള സിനിമാ ഗാനങ്ങളിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പാട്ടുകളൊക്കെ സംഗീത സംവിധായകൻ ട്യൂണിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്ന എല്ലാം ഫില്ല് ചെയ്യുന്ന, ഏത് വാദ്യോപകരണം എങ്ങനെ വായിക്കണം, ഏത് ടോണിൽ വായിക്കണം, ഏത് ബേസിൽ വായിക്കണം, എല്ലാം തീരുമാനിച്ചിരുന്നത് ഒരു കാലത്ത് RK ശേഖറായിരുന്നു. ഏത് ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കണം, അതെങ്ങനെ വായിക്കണം എന്നെല്ലാം നിശ്ചയിക്കുന്നത് സംഗീത സംവിധായകനായിരുന്നില്ല, കണ്ടക്ട് ചെയ്യുന്ന RK ശേഖറായിരുന്നു. പക്ഷേ എന്നും കഷ്ടപ്പാടിലൂടെ കടന്നു പോകലായിരുന്നു ശേഖർ മാഷിൻ്റെ ജീവിതം. ഭാര്യയും 4 മക്കളുമായി ഒരു വാടക കുടിലിലെ ജീവിതമായിരുന്നു മരിക്കും വരെയും അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കഠിനമായ വയറുവേദനയ്ക്ക് പതിവായി ജലൂസൻ വാങ്ങി, അതുപോലുള്ള എന്തോ ഒന്ന് വാങ്ങി അദ്ദേഹം ഈ പാട്ടിൻ്റെ റെക്കോർഡിങ് നടക്കുന്നതിനിടയിൽ കഴിക്കുമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കിയത്. അസുഖം എന്താണെന്ന് പരിശോധിച്ചില്ല. 43-ാമത്തെ വയസ്സിൽ, ജീവിതത്തിൽ ഒന്നുമാകാത്ത പ്രായത്തിൽ വിട പറയുമ്പോൾ വാടക കുടിലിൽ പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളും ഭാര്യയും മാത്രം. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ ഹരികഥാക്ഷേപം നടത്തുന്ന രാജഗോപാലൻ ഭാഗവതർ എന്ന K. രാജഗോപാലൻ്റെ മകനാണ് RK ശേഖർ എന്ന കുലശേഖരൻ. അതാണ് RK ശേഖർ കുലശേഖരൻ, രാജശേഖരൻ കുലശേഖരൻ എന്നാണ് പേര്. നാടകത്തിൽ ഹാർമോണിയം വായിക്കുന്ന ആളായി തുടങ്ങി. പിന്നെ സിനിമയിലെത്തി. 1933 ജൂൺ 21 ജനിച്ച് 1976 സെപ്റ്റംബർ 15 മരിച്ചു, വെറും 43-ാമത്തെ വയസ്സിൽ. 52 സിനിമകൾക്ക് സംഗീതം നൽകിയതിൽ 23 സിനിമകളും മലയാളത്തിലായിരുന്നു. 127 പാട്ടുകൾ അദ്ദേഹം ചെയ്തു.
100-ലധികം സിനിമകൾ നേരത്തെ പറഞ്ഞ സംഗീത സംവിധായകർക്കായി കണ്ടക്ട് ചെയ്തു. 1977 വന്ന ചോറ്റാനിക്കര അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ. എം പി ശ്രീനിവാസൻ്റെ കീഴിൽ കണ്ടക്ട് ചെയ്തുകൊണ്ടാണല്ലോ തുടക്കം. എം കെ അർജുന മാഷിൻ്റെ മനസാക്ഷിയായിരുന്നു ആർ കെ ശേഖർ. മരിക്കുന്നതുവരെ അർജുന മാഷിനോടൊപ്പം അദ്ദേഹം വല്ലാതെ സഹകരിച്ചിരുന്നു. ആർ കെ ശേഖറിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ മകൻ ദിലീപ് എന്ന AR റഹ്മാനെ അർജുന മാഷ് കൂടെ കൂട്ടി. 31-ാം വയസ്സിലായിരുന്നു ആർ കെ ശേഖറിൻ്റെ വിവാഹം. ഭാര്യയുടെ പേര് കസ്തൂരി. ആദ്യ കുട്ടി പെണ്ണായിരുന്നു. അവൾക്ക് കാഞ്ചന എന്ന് പേരിട്ടു. മുസ്ലിമിലേക്ക് മതം മാറിയപ്പോൾ അവർ റൈഹാന എന്നായി. ഒരു ഗായികയും സംഗീത സംവിധായികയും ഒക്കെയാണ്. ശേഖറിൻ്റെ മരണശേഷം ഈ കുടുംബം ഇസ്ലാം മതം സ്വീകരിച്ചു. കസ്തൂരി കരീമ ബീബിയായി, ബീഗമായി. റഹാന, ആർ കെ ശേഖർ മരിക്കുമ്പോൾ റഹാനയ്ക്ക് അല്ലെങ്കിൽ കാഞ്ചനയ്ക്ക് 11 വയസ്സാണ് പ്രായം. റഹ്മാനായി മാറിയ ദിലീപിന് 9 വയസ്സായിരുന്നു പ്രായം. ബാല, രേഖ എന്ന 2 പെൺകുട്ടികളുടെ അതിന് കീഴിലുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് 6 വയസ്സും ഒരാൾക്ക് 2 വയസ്സുമായിരുന്നു ആർ കെ ശേഖർ മരിക്കുമ്പോൾ പ്രായം. പ്രശസ്തിയിലോ താൻ പൊരുമയിലോ ഒട്ടും താല്പര്യമില്ലാത്ത മനുഷ്യനായിരുന്നു ആർ കെ ശേഖർ. ഭാര്യയും 4 മക്കളും ഭംഗിയായിട്ട് ജീവിക്കണം, അതിനായി കഠിന പ്രയത്നം തന്നെ നടത്തി ആ പാവം. ചുട്ട മുതൽ ചുടൽ വരെ ചുമടും താങ്ങി 24-ാമത്തെ വയസ്സിലാണ് യേശുദാസ് പാടുന്നത്. ആ ഗാനത്തെപ്പറ്റി മാത്രമേ മലയാളി ആർ കെ ശേഖറിനെ പറ്റി പറയുമ്പോൾ ഓർക്കാറുള്ളൂ. പഴശ്ശിരാജയിൽ പാടിയ യേശുദാസ് 24-ാമത്തെ വയസ്സിൽ പാടിയ ചുട്ട മുതൽ ചുടല വരെ അത് ആർ കെ ശേഖർ ചെയ്തതെന്ന് പറയും. ശ്രീകുമാരൻ തമ്പി സാർ എഴുതി ബ്രഹ്മാനന്ദൻ പാടിയ താമരപ്പൂ നാണിച്ചു നിൻ്റെ തങ്ക വിഗ്രഹം വിജയിച്ചു എന്നുള്ള പാട്ട്, നീ എൻ്റെ വെളിച്ചം ജീവൻ്റെ വെളിച്ചം എന്നുള്ള ക്രിസ്തീയ ഗാനം, അച്ചൻകോവിലാറ്റിലെ കൊച്ചോളങ്ങളെ, മനസ്സിൻ്റെ കാതിൽ രഹസ്യങ്ങൾ മന്ത്രിക്കും മധുവിധു രാത്രി, അത് ചോറ്റാനിക്കര അമ്മയിലാണ്, അവസാനമായി ചെയ്ത പടത്തിലാണ്. KP ബ്രഹ്മാനന്ദനെ കൊണ്ട് മാത്രം അദ്ദേഹം 11 പാട്ടുകൾ പാടിച്ച ആളാണ്, സംഗീത സംവിധാനം നിർവഹിച്ച ആളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് കീബോർഡ് കൊണ്ടുവന്നത് ആർ കെ ശേഖറാണ്. 4 വർഷം 1971 മുതൽ 76 വരെ അത്രയും കാലഘട്ടത്തിനിടയിലാണ് ആർ കെ ശേഖർ 22 സിനിമകൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത്. വിശ്രമമില്ലാതെയുള്ള രാപ്പകൽ ഭേദമില്ലാത്ത ജോലിയും ആർ കെ ശേഖറിൻ്റെ ആരോഗ്യം തകർത്തു എന്ന് പറയാം. എന്നും വയറുവേദനക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ലൊട്ടിലൊടുക്ക് മരുന്നുകൾ മാത്രം തൽക്കാല ശാന്തിക്കായി വാങ്ങിക്കഴിക്കും. കാരണം അത്രയും തിരക്കുണ്ട്. വൈകിയാണ് അറിയുന്നത് അത് ക്യാൻസർ ആയിരുന്നു എന്ന്. അസുഖം അപ്പോഴേക്കും ഉള്ളിൽ പടർന്നു പോയി, താമസിച്ചു പോയി. 9 വയസ്സുള്ള ദിലീപ് എന്ന റഹ്മാൻ്റെ ചുമതലയിലായി പിന്നെ ആ വീട്ടിലെ ഭാരം മുഴുവൻ. അച്ഛൻ വാങ്ങിച്ചു വെച്ച പഴകി തുടങ്ങിയ വാടകയ്ക്ക് കൊടുക്കുന്ന വാദ്യോപകരണങ്ങൾ വാടകയ്ക്ക് നൽകി കിട്ടിയ തുച്ഛമായ തുട്ടുകൾ കൊണ്ടാണ് 5 ജീവിതങ്ങൾ പിന്നെ ജീവിതത്തെ നേരിട്ടത്. റഹ്മാൻ തലയെടുക്കുന്നത് വരെ അദ്ദേഹത്തെ കൊണ്ട് ഹിറ്റ് മേക്കറായവരാരും, ആർ കെ ശേഖറിനെ കൊണ്ട് ഹിറ്റ് മേക്കറായ ആരും എന്നല്ല അധികമാരും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ടും ദിലീപ് എന്നുള്ള പയ്യൻ വളർന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഇന്ന് ആർ കെ ശേഖറിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നവരാരും ഒരു പടം പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. ഞാനെഴുതിയ പാട്ട് സംഗീതം കൊടുത്തു എന്ന് പറയും, അതിൽ കാര്യമില്ലല്ലോ. ഈ പറയുന്നവരൊക്കെ നിർമ്മിച്ച സിനിമകളിലോ സംവിധാനം ചെയ്ത സിനിമകളിലോ ഒന്നും ആർ കെ ശേഖറിനെ വച്ചിട്ടില്ല. ക്രോസ് ബെൽറ്റ് മണിസാർ കാണിച്ച ഔദാര്യം പോലും ഈ പറയുന്നവരാരും ചെയ്തില്ല. എന്നിട്ടിപ്പോൾ റഹ്മാൻ്റെ കുടുംബത്തെ ആർ കെ ശേഖറിൻ്റെ ജീവിതത്തിൽ ഞാൻ മാത്രമാണ് സഹായിച്ചതെന്ന ടോണിൽ ചിലർ വാചകം അടിക്കുന്നു, ഒരു എളുപ്പമില്ലാതെ. അതാണ് സിനിമ. MK അർജുനൻ മാഷ് ആർ കെ ശേഖറിൻ്റെ അന്ത്യത്തിന് ശേഷവും ആ കുടുംബത്തിന് വലിയൊരു അത്താണിയായിരുന്നു. സത്യത്തിൽ ഞാൻ ആർ കെ ശേഖറിനെ പറ്റി പറയാൻ വന്നതല്ല.
മലയാള സിനിമാ സംഗീത ശാഖയിലെ ഒരു ഹതഭാഗ്യനെ പറ്റി പറയാൻ ആരംഭിക്കുമ്പോൾ ആദ്യകാല പാവം മനുഷ്യനായ RK ശേഖറിനെ അറിയാതെ ഓർത്തുപോയതാണ് ഞാൻ. എപ്പോഴാണ് ആദ്യമായി ആ വിചിത്ര രൂപത്തെ ഞാൻ കണ്ടുമുട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിലപ്പുറം മെലിയാനില്ലാത്ത ശരീരം, ആവശ്യത്തിലധികം പൊക്കം, കാലുകൾ തറയിൽ ഒരയുന്ന തരത്തിലുള്ള നടത്തം, കൈവിരലുകളിൽ വലിയ വലിയ പച്ച നിറത്തിലുള്ള കല്ലുകൾ പതിച്ച സ്റ്റീൽ മോതിരങ്ങൾ. ഇത്രയും വലിയ കല്ലുകൾ വെച്ച മോതിരങ്ങൾ നമ്മുടെ രാജംബിദേവ് മാത്രമേ സിനിമയിൽ അണിയാറുള്ളൂ. ഞാനത് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ആൾ കയ്യിലിട്ടിരിക്കുന്ന മോതിരങ്ങളെ. തൂവെള്ള ഫുൾ കൈ ഷർട്ടും തൂവെള്ള പാൻസും മാത്രമേ അദ്ദേഹം ധരിക്കൂ. അപ്പോൾ ഈ തൂവെള്ള ഉപയോഗിക്കുന്ന ഒരു രഹസ്യമുണ്ട്. നമ്മൾ യേശുദാസിനെ പോലെ തന്നെ അദ്ദേഹത്തിന് ബോംബെക്കാരനാണ് പുള്ളി. ബോംബെയിലെ ഒരു തുണിമില്ലിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തുണ്ട്. അയാൾ വർഷാവർഷം ആ മില്ലിലുണ്ടാക്കുന്ന നല്ല മേനിയുള്ള പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും തുണി അയച്ചു കൊടുക്കും. അപ്പോൾ അതിലൊരു പാൻറ്റും ഷർട്ടും തച്ചാൽ നീലം മാത്രം മുക്കിയാൽ മതിയല്ലോ, വടിവത്ത തേച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം. അപ്പോൾ എപ്പോഴും വെള്ളയും മാത്രമേ അദ്ദേഹം ഉപയോഗിക്കാറുള്ളൂ. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ്. സുഹൃത്ത് അയച്ചിരുന്ന ആ വെള്ള തുണി ഒരു പാൻറ്റും ഒരു ഷർട്ടും തച്ചാൽ ഒരു വർഷം വിടാമായിരുന്നു. നടക്കുമ്പോൾ അദ്ദേഹം സ്വയം സംസാരിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. നടക്കുമ്പോൾ സ്വയം സംസാരിച്ച് ചിരിച്ചോണ്ട് പോകും. പരിചിതരെ എതിരെ കണ്ടാൽ, ഇപ്പം ഞാൻ നടന്നു വരികയാണെങ്കിൽ എന്നെ പരിചയമുണ്ടെന്നല്ലേ, കണ്ട ഉടൻ നമസ്തേ പറയും. വർഷങ്ങളായി വെറ്റില മുറുക്കുമായിരുന്നെന്ന് തോന്നുന്നു. ഉള്ള കുറച്ച് പല്ലുകളെ മിച്ചമുള്ളൂ. ആ പല്ലുകളെല്ലാം വെറ്റക്കറയിൽ മുങ്ങിയതാണ്. തലസ്ഥാനത്ത് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ മലയാള മനോരമയുടെ ഇപ്പോൾ വലിയ ഓഫീസുണ്ട്, പ്രസ്സും ഒക്കെ ആയിട്ട്. അത് വരുന്നതുവരെയും ആ സ്ഥലം മുഴുവൻ വിജനമായി കിടക്കുകയായിരുന്നു. ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പിന്നാമ്പുറത്തുകൂടി സിറ്റിയിലെ ഒരു വലിയ ഓട ഒഴുകുന്നുണ്ട്. യഥേഷ്ടം കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ഒരു ഓട. ഈ ഓടയിലേക്ക് എതിർവശത്തുള്ള ഈ പറഞ്ഞ മനോരമയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അതിൻ്റെ സൈഡിലുള്ള നിറയെ ലോഡ്ജുകളാണ്. ആ ലോഡ്ജുകളിലെ മലമൂത്രം മുഴുവൻ ഈ ഓടയ്ക്കകത്തേക്കാണ് വീഴുന്നത്. അതുപോലെ പല വേസ്റ്റുകളും. അങ്ങനെ പല വേസ്റ്റുകളും ഒഴുകി വരുന്നതിനാൽ ദുർഗന്ധം വഹിക്കുന്ന ഓട എന്ന് പറയാം. വളരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലാണ്. മനോരമയും ദേശാഭിമാനിയും മംഗളവും വന്നപ്പോൾ ഈ ഓട സൽസ്വഭാവിയായോ എന്നെനിക്കറിയില്ല. കാരണം അത് കെട്ടിടം വന്നപ്പോൾ പിന്നെ നമ്മളത് കാണുന്നില്ലല്ലോ. ഓടയെ സ്ലാബുകൾ കൊണ്ട് നിരത്തി ദുർഗന്ധത്തെ തടഞ്ഞോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ വിചിത്രമായ മനുഷ്യൻ ഈ ഓടയുടെ കരയിലെ ഒരു കുടിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരു മുറിയുള്ള 13 പേരുള്ള കുടുംബം ഒറ്റ മുറിയിൽ കഴിയുന്ന ജീവിതമായിരുന്നു ഞാൻ ഈ പറയുന്ന ആളിൻ്റെ. ഈ ഓടയുടെ കരയിലെ ഒരു കുടിലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ശുഭ്രവസ്ത്ര സാരിയായി നമ്മൾ പുറത്ത് കാണുന്ന വെള്ളയും വിട്ട് നടന്നു പോകുന്ന ആ വിചിത്ര മനുഷ്യൻ രാപ്പാർത്തിരുന്നത്. ഒപ്പം കുടുംബവും 12 പേരുണ്ടായിരുന്നു ആ കുടുംബത്തിൽ. അദ്ദേഹത്തിൻ്റെ മക്കൾ, ഭാര്യ, അദ്ദേഹം, പിന്നെ അവരുടെ കുട്ടികൾ എല്ലാം കൂടെ ചേർത്ത് 12 പേര് ഒരു ഹാളിനകത്താണ്, ഒരു മുറിക്കകത്ത്. മാനത്ത് മഴക്കാലം വന്നാൽ ഈ ഓട നിറയും. പാഴ് വസ്തുക്കളും വേസ്റ്റുകളും ഒക്കെ കൂടി വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഒഴുക്കിനെ തടഞ്ഞു വയ്ക്കും. അപ്പോൾ ഈ കറുത്ത് ദുഷിച്ച വെള്ളം കരകവിഞ്ഞ് ഓവർഫ്ലോ ചെയ്യുമല്ലോ, കരകവിഞ്ഞ് ഒഴുകും. അപ്പോൾ ഇദ്ദേഹം പാർക്കുന്ന കുടിലും വെള്ളം കയറുമെന്ന് ഇൻവെർട്ടർ കോമയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടി അഭയാർത്ഥിയെപ്പോലെ കൈരളി തിയേറ്ററിന് എതിർവശത്തുള്ള അരിസ്റ്റോ ലോഡ്ജിൽ അഭയം തേടും. അവർ വേണ്ടുന്ന സഹായം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് മലമൂത്ര വിസർജനത്തിന് പോകാനും മഴയത്ത് കയറിയിരിക്കാനും ഒക്കെ ഈ പറഞ്ഞ വിചിത്ര മനുഷ്യന് അവർ അഭയം നൽകിയിരുന്നു. മഴ തോർന്ന് വെള്ളം പറ്റുമ്പോൾ പിന്നെയും തൻ്റെ വാസസ്ഥലത്തേക്ക് പോകും. ഒരാഴ്ച വീടിനുള്ളിലെ ചെളി മുഴുവൻ കോരി മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും അവിടെ ആരോടും പരാതി പറയാതെ രാപ്പാർക്കുമായിരുന്നു. ദുരിതപൂർണമായ ജീവിതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും എന്നാണ് എൻ്റെ പക്ഷം. അത്രയും പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ജീവിതമായിരുന്നു ഞാൻ ഈ പറയുന്ന മനുഷ്യൻ. എന്നെ ആരോ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി.
ഞാൻ കുറച്ച് സമയം റോഡിൽ നിന്ന് സംസാരിച്ചു അദ്ദേഹത്തോട്. പറയുന്നതിൽ പകുതിയും നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകാത്ത തരം വർത്തമാനമാണ്. ഒന്നാമത്തെ കാര്യം ബോംബെ വാലയാണ്. പഠിച്ച മലയാളത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ശ്വാസതടസ്സം വല്ലാണ്ട് അദ്ദേഹത്തെ വലിഞ്ഞു മുറുകിയിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറയുന്നതിൻ്റെ പകുതി മാത്രമേ പുറത്തേക്ക് വരൂ. ഞാൻ മനസ്സിലാക്കിയത് വച്ച് കേരള കൗമുദിയുടെ ഫിലിം മാഗസീനിൽ ഒരു വലിയ ഫോട്ടോയും വെച്ച് ഒരു പേജ് റൈറ്റപ്പ് ഞാൻ കൊടുത്തു. അത് അടിച്ചു വന്നപ്പോൾ 1.25 രൂപ കൊടുത്തു. ₹1.25 കൊടുത്ത് ഒരു കോപ്പി വാങ്ങി ഞാൻ തന്നെ അദ്ദേഹത്തെ അന്വേഷിച്ചെന്ന് കൊടുത്തു. തൻ്റെ ശോഷിച്ച മുഖം അടിച്ചു വന്ന ഫിലിം മാഗസിൻ നെഞ്ചിൽ ചേർത്ത് വച്ചിട്ട് മേളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചത് ഞാൻ ജീവിതത്തിൽ മറക്കില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചു കണ്ണടച്ച്. ഇത്രയും വിശദീകരിക്കുമ്പോൾ തിരുവനന്തപുരത്തുള്ള കലാസ്നേഹികൾക്കെങ്കിലും ആളെ മനസ്സിലാക്കി കാണും. കേരളക്കരയിൽ ഒരു കാലത്ത് മുഹമ്മദ് റാബി സാഹിബിൻ്റെ ഗാനങ്ങൾ ഉത്സവപ്പറമ്പുകളിൽ പാടിയിരുന്നു. ചുരുക്കം ചില സിനിമകൾക്കും തരംഗിണിയുടെ കാസറ്റുകൾക്ക് സംഗീതം നൽകിയുള്ളൂ എങ്കിലും അതിൽ തൻ്റേതായ കയ്യൊപ്പ് ചാർത്താൻ കഴിഞ്ഞ അതുല്യ പ്രതിഭയായ ബോംബെ എസ് കമാൽ എന്ന് പറഞ്ഞ ഹതഭാഗ്യനായ ആ കലാകാരനെക്കുറിച്ചാണ് ഞാൻ ഇത്രയും വർണ്ണിച്ചത്. ബോംബെ എസ് കമാൽ എന്ന ജീവിതത്തിൽ മുഴുവൻ കാലവും ദുരിതക്കയത്തിൽ വീണുപോയ ഹതഭാഗ്യനായിരുന്നു അദ്ദേഹം. ഇത്രയും ഭീകരമായൊരു ജീവിതാവസ്ഥ നമ്മുടെ മുന്നിൽ ഉള്ളതെന്ന് നമ്മൾ കരുതുന്നത് മെഹബൂബിനെ കുറിച്ചാണ്. മെഹബൂബ് ഭായിക്ക് പോലും ഇതുപോലൊരു ഭാഗ്യക്കേട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അദ്ദേഹത്തിന് പിള്ളയും കുട്ടിയും ഭാര്യയും പരാധീനതകളൊന്നും ഇല്ലല്ലോ. കിട്ടുന്നതിനെ മദ്യം വാങ്ങിച്ച് കഴിച്ച് കടത്തുന്നതിൽ ഉറങ്ങി കല്യാണ ചടങ്ങുകൾ നടക്കുന്നിടത്ത് പോയി പാടി അങ്ങനെ സുഖിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് മുഹമ്മദ് ഭായ്, അല്ല മെഹബൂബ് ഭായ്. ഇതങ്ങനെയല്ല. ആരാണ് ബോംബെ എസ് കമാൽ? എങ്ങനെ ഈ മഹാരാഷ്ട്രക്കാരൻ കേരളത്തിൻ്റെ തലസ്ഥാനത്തിൻ്റെ പുത്രനായി? കുറേ കാലം കോഴിക്കോട്ടായിരുന്നു. ബോംബെ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തുള്ള അബ്ദുൾ റഹ്മാൻ സ്ട്രീറ്റിൽ 1930 ബോംബെ എസ് കമാലിൻ്റെ ജനനം. അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു. ഉസ്താദ് മൊയ്തീൻ ഖാനാണ് കമാലിനെ വളർത്തിയത്. മൊയ്തീൻ ഖാനിൽ നിന്നും സംഗീതം പഠിച്ചു വളർന്നു. 7 വയസ്സ് മുതൽ ഖാനോടൊപ്പം പിന്നണിയിൽ പാടി. വളർന്നപ്പോൾ റാഫി സാഹിബിൻ്റെ ആരാധകനായ കമാൽ സിനിമകളിൽ പാടാൻ ശ്രമങ്ങൾ തുടങ്ങി. കുറച്ച് സിനിമകളിൽ കോറസ് പാടാനായിരുന്നു വിധി നിയോഗം. ഒരു പാട്ടും സോളോ പാടാൻ കിട്ടിയില്ല, കോറസ് മാത്രം. മുഹമ്മദ് റാഫിയുടെ ശബ്ദത്തോടുള്ള അടുത്ത സാമ്യമായിരുന്നു ബോംബെ എസ് കമാലിൻ്റെ പ്രധാന വെല്ലുവിളി. എന്നിട്ടും അദ്ദേഹം സംഗീതത്തെ കൈവിട്ടില്ല. ഒരു നിമിത്തം എന്നോണം നമ്മുടെ MS ബാബുരാജ്, പ്രിയപ്പെട്ട ബാബുക്ക, പ്രോഗ്രാമിനായി ബോംബെയിലെത്തി. അവിടെ വച്ച് കമാൽ പരിചയപ്പെട്ടു. ബാബുക്കയുടെ മുന്നിൽ കമാൽ ഗസലുകൾ പാടി. കേരളത്തിലേക്ക് വരൂ, നമുക്ക് പാടാൻ അവസരങ്ങൾ ഉണ്ടാക്കാമെന്ന ബാബുക്കയുടെ ഓഫർ കളിയായിട്ടാണ് എടുത്തത് കമാൽ. പിന്നീട് ഒരിക്കൽ കൂട്ടുകാർക്കൊപ്പം മദ്രാസിൽ ഖവാലി പാടാനായി കമാൽ പോയി. യാത്രക്കിടയിൽ പേഴ്സ് നഷ്ടപ്പെട്ടു. എങ്ങനെയോ വണ്ടി മാറിക്കയറി, ബോംബെക്കുള്ള വണ്ടി എന്ന് പറഞ്ഞ് മാറിക്കയറി ഷൊർണൂറിൽ വന്നിറങ്ങി ടിക്കറ്റില്ലാതെ. ഈ യാത്രയിൽ ഭാഷ അറിയാത്ത കമാലിനെ സഹായിച്ചത് ഒരു തബലിസ്റ്റ് ബാബു ആയിരുന്നു. ബാബു കമാലിനെ ബാബുരാജിൻ്റെ അടുക്കൽ എത്തിച്ചു. മെഹ്ഫിലുമായി ബാബുരാജിനോടൊപ്പം കുറച്ച് നാൾ കൂടി. കിട്ടിയ സമയം കൊണ്ട് ബാബുരാജിൻ്റെ സംഗീത സംവിധാനം പഠിച്ചു. ചില നാടകങ്ങൾക്ക് സംഗീതവും നൽകി. സുഹൃത്തുക്കൾ മുഴുവൻ ബോംബെക്കാരാണല്ലോ. ഇടയ്ക്ക് ബോംബെക്ക് പോയി. തിരിച്ചു വന്ന് കുളത്തൂപ്പുഴ രവി തലസ്ഥാനത്ത് നയിച്ചിരുന്ന ഗാനമേള ട്രൂപ്പിൽ റാഫി സാഹിബിൻ്റെ പാട്ടുകൾ പാടാൻ ചേർന്നു. കുളത്തൂപ്പുഴ രവി നിങ്ങൾക്കറിയായിരിക്കും. പിന്നീട് സംഗീത സംവിധായകനായി മാറിയ രവീന്ദ്രൻ മാഷ്. ഇതിനിടയിൽ കിളിമാനൂർ രമാകാന്തിൻ്റെ സ്വപ്നം കാണാത്ത രാത്രിയിലെ എന്ന ഗാനത്തിന്
ട്യൂൺ ഇടാനുള്ള ഒരു അവസരം കിട്ടി. പാട്ട് കേട്ടവരൊക്കെ ഇതാരുടെ സംഗീതം എന്നന്വേഷിച്ചു. ഈ ഗാനം ഡോക്ടർ ബാലകൃഷ്ണൻ എവിടെയോ കേട്ടു. അദ്ദേഹം എവിടെ എൻ പ്രഭാതം എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനാക്കി. യേശുദാസ് ആയിരുന്നു കമാലിൻ്റെ പ്രിയ ഗായകൻ. വോയിസ് ഓഫ് യൂത്ത് എന്ന ഗാനമേള ട്രൂപ്പിലെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടുന്ന, അനർഗളം പാടുന്ന ബോംബെ എസ് കമാൽ പ്രേക്ഷകരുടെ പ്രിയ ഗായകനായി. ഇതിനിടയിൽ അദ്ദേഹം നടനുമായി. കൊച്ചിൻ അനീഫ 3 മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ പടം സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിലൊരു വേഷം നൽകി ബോംബെ എസ് കമാലിനെ അഭിനേതാവാക്കി, തുടക്കം കുറിച്ചു. മീനമാസത്തിലെ സൂര്യൻ, മുഖ്യമന്ത്രി, ഹലോ മൈ ഡിയർ, റൗണ്ട് നമ്പർ, ഭൂമിയിലെ രാജാക്കന്മാർ മുതൽ ഭരചന്ദ്രൻ IPS വരെ നീണ്ടു അഭിനയിച്ച ചിത്രങ്ങളുടെ ലിസ്റ്റ്. ഇവയിൽ ഭൂരിഭാഗം സിനിമകളും തലസ്ഥാനത്താണ് ചിത്രീകരിച്ചത്. അതാകണം അത്രയും അവസരങ്ങൾ ലഭിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചിത്രങ്ങളുടെ സംവിധായകരിൽ എത്ര പേർക്ക് ഈ സാധു മനുഷ്യൻ ആരാണെന്നറിയാമോ എന്നതിൽ എനിക്ക് സന്ദേഹമുണ്ട്. ആളറിയാതെ കൊടുത്തതായിരിക്കണം. ഇതിനിടയിൽ മേജർ രവി സംവിധാനം ചെയ്ത കുരുക്ഷേത്ര എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് കമാൽ ഭായിയാണ് എഴുതിയത്. 60 വർഷത്തെ കമാൽ ഭായിയുടെ സംഗീത സംഭാവനകൾ മാനിച്ച് 2012 സ്വരലയ ഈണം ഗുരുവന്ദന പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു എന്നതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കലാകാരന് ഒരു അവാർഡോ ഒരു പ്രോത്സാഹനമോ സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായമോ ഒന്നും ലഭിച്ചിട്ടില്ല. രംഗനടന മണ്ഡപം, നിലാവിൽ, തളിരലയിൽ തുടങ്ങി കുറേ ആൽബങ്ങൾ കമൽ ഭായ് ചെയ്തു. തരങ്ങിണിക്കായി ഭാസ്കരൻ മാഷ് എഴുതി ബോംബെ എസ് കമാൽ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഒരു ആൽബമുണ്ട്, ഒരു കാസറ്റുണ്ട്. 10 പാട്ടുകളുണ്ട് അതിൽ. സംഗീത പ്രേമികൾ ഈ പറയുന്ന കാസറ്റ് കേൾക്കണം ഒരാവർത്തിയെങ്കിലും എന്ന് ഞാൻ പറയും. 10 ഗാനങ്ങളും മനോഹരമായി കമാൽ ഭായ് ചെയ്തു. എങ്കിലും അതിൽ 8ാമതായി വരുന്ന വധൂവരന്മാർ വിട പറഞ്ഞു, വന്നവർ വേർപിരിഞ്ഞു എന്ന യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്. എത്ര പ്രാവശ്യം കേട്ടാലും എനിക്ക് മതിവരാത്ത പാട്ടാണത്. നിങ്ങൾ കേട്ട് നോക്കണം, യൂട്യൂബിലുണ്ട്. വധൂവരന്മാർ വിട പറഞ്ഞു, വന്നവർ വേർപിരിഞ്ഞു, കല്യാണപ്പന്തലിൻ കോണിൽ നിന്നൊറ്റയ്ക്കു കണ്ണുനീർ തൂകുവോളാരു നീ. യേശുദാസ് എന്ന മനുഷ്യൻ ചെയ്ത പുണ്യപ്രവൃത്തികളിൽ ഒന്നായാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കമാലിനെ പോലൊരാളിനെ വിളിച്ച് ആൽബം ചെയ്യിച്ചില്ലേ. തരങ്ങണിയിലൊരു കാസറ്റ് ചെയ്യാൻ വമ്പന്മാർ കൊതിക്കുന്ന കാസറ്റ് വിപ്ലവ കാലത്ത് കമാൽ ഭായിയെ കൊണ്ടൊരു 10 പാട്ട് ചെയ്ത് പുറത്തിറക്കിയത് അഭിനന്ദനീയമായ സൽപ്രവൃത്തിയായാണ് ഞാൻ കാണുന്നത്. രവി ആൽമൂഡ് എന്നൊരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹം M. സുകുമാരൻ്റെ ശേഷക്രിയ സിനിമയാക്കിയ ആളാണ്. ബഹുരസമായിരുന്നു അതിൻ്റെ ചിത്രീകരണമെന്ന് പറയുന്നു. M. സുകുമാരൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു. പക്ഷേ ആ സ്ക്രിപ്റ്റൊന്നും രവി ആൽമൂഡ് വകവച്ചില്ല. അങ്ങനെയൊക്കെ തോന്നും പോലെയൊക്കെ ഷൂട്ട് ചെയ്തു. അദ്ദേഹം നിലവിളക്ക് എന്ന ടൈറ്റിലിൽ ഒരു പടം പിടിച്ചു, ചിത്രാഞ്ജലി പാക്കേജിൽ. ചിത്രാഞ്ജലി ഒരു കൊച്ചു വീട് സെറ്റിട്ടൊക്കെ രാത്രിയിൽ മാത്രമാണ് ഷൂട്ടിംഗ്. ഞങ്ങളപ്പോൾ എഴുന്നള്ളത്തോ മറ്റോ വർക്ക് കഴിഞ്ഞ് ഒരു 8-9 മണിയാകുമ്പോൾ പാക്കപ്പ് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഈ പറയുന്ന നിലവിളക്കിൻ്റെ ആൾക്കാർ ഷൂട്ടിങ്ങിനായി ഇറങ്ങും. നാളെ രാവിലെ ഞങ്ങൾ ഡബ്ബിങ്ങിനായി വരുമ്പോൾ ഇവർ പാക്കപ്പ് പറഞ്ഞ് ഉറങ്ങാനായിട്ട് പോകും. അങ്ങനെയായിരുന്നു ഷൂട്ടിങ്. കടുകട്ടിയുള്ള ചോപ്പനായിരുന്നു യുവത്വത്തിൽ രവി ആൽമൂഡ്. ഇപ്പോൾ ഈ സമയത്ത് ഹൈദരാബാദിലോ മറ്റോ വേറെന്തോ റോളിൽ സന്യാസി തുല്യനായി കഴിയുന്നു. ഞാനിപ്പോൾ വിളിച്ചു നോക്കി വരുന്നതിന് മുമ്പ്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ആൽമൂഡിൻ്റെ കഥ, രവി ആൽമൂഡിൻ്റെ കഥ തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് എല്ലാം ഇവിടെ പറയുന്നില്ല. ആൽമൂഡ് നിലവിളക്ക് കൊളുത്തി കാലം കുറേ അങ്ങ് പോയി. ഒടുവിൽ അതിൽ അഭിനയിക്കാമെന്ന TP രാധാമണി ആ സിനിമ ഏറ്റെടുക്കേണ്ടി വന്നു. അവരുടെ സർവ്വ സമ്പാദ്യങ്ങളും ഈ ചിത്രത്തിന് വേണ്ടി തുലച്ചു. പടം എങ്ങും എത്താതെ പോയി.
ഈ നിലവിളക്ക് സിനിമ പിന്നെ അടുക്കള എന്ന പേര് മാറ്റി. ഈ ചിത്രത്തിലെ പാട്ടുകൾ ചെയ്തത് നമ്മുടെ ബോംബേസ് കമാലായിരുന്നു. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. തരങ്ങിണി അക്കാലത്ത് യേശുദാസ് പാടണമെങ്കിൽ തരങ്ങിണിക്ക് റൈറ്റ് കൊടുക്കണം. അങ്ങനെ തരങ്ങിണി ഇറക്കിയ കാസറ്റിൽ അടുക്കളയുടെ 3 പാട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. തനിയാവർത്തനം, മണിമത്തൂരിലെ ശിവരാത്രികൾ, 1000 ശിവരാത്രികൾ എന്നിവ അതിന് പിന്നാലെയാണ് ആ കാസറ്റ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണ്ട. കമാൽ ഭായിയോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് എനിക്കറിയണ്ട. ആദ്യം അടുക്കള, രണ്ടാമത് തനിയാവർത്തനം, മൂന്നാമതാണ് മണിമത്തൂരിലെ 1000 ശിവരാത്രികൾ. എന്നാൽ മണിമത്തൂരിലെ 1000 ശിവരാത്രികളിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നല്ല. ഈ അടുക്കള എന്ന് പറഞ്ഞ പടത്തിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്ന ഒരു കൃഷ്ണ രവിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പരിചയമുണ്ട്. പക്ഷേ അവരാണോ ഈ കൃഷ്ണ എന്നെനിക്കറിയില്ല. രവി എന്തായാലും രവി ആലുപടം തന്നെ ആയിരിക്കാം. കൃഷ്ണ രവിയാണ് അതിലെ പാട്ട് എഴുതിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ പാടാൻ ഞാൻ പാടാമൊരു സ്വാന്തനം, രാഗമേള, സ്വരതാളമേള, ഭാവുകം, പാടാൻ ഞാൻ ആടാമൊരു നാടകം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ബോംബേസ് കമാൽ സംഗീതം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കേട്ട് നോക്കൂ. അടുക്കളയിലെ ആ പാട്ട് യൂട്യൂബിൽ അടിച്ചാൽ അതിലും കിട്ടും ആ പാട്ട്. പാടാം ഞാൻ പാടാമൊരു സാന്ത്വനം, പാടാം ഞാൻ പാടാമൊരു സാന്ത്വനം, രാഗമേള സ്വരതാളമമ ഭാവുകം. വലിയ വിജയമായ, അക്കാലത്തെ വലിയ വിജയമായ പാട്ടായിരുന്നു അത്. ബോംബേസ് കമാലിനൊക്കെ പറ്റിയ ദുരന്തം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, ഒരു സംഗീത സംവിധായകന് വേണ്ട ജാടയില്ലാത്ത പച്ചയായ സാധാരണ മനുഷ്യനായിരുന്നു. അവർക്ക് ആരും വിലയിടില്ല. അതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു കുഴപ്പം. ജാടയിൽ ഓവർകോട്ടൊക്കെ ഇട്ട് വലിയ തടിച്ച കണ്ണടയൊക്കെ വെച്ച് കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ കുറേ തുടലുമൊക്കെ വാരിയിട്ടുണ്ട് വന്നാലല്ലേ ഇപ്പോൾ ഇവിടെ സംഗീത സംവിധാനമായി നമ്മൾ അംഗീകരിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളൊക്കെ ദാരിദ്ര്യ സിനിമകളുടേതായിരുന്നു. 10 പീസ് വയലിൻ അല്ലെങ്കിൽ 25 പീസ് വയലിൻ വായിക്കണം എന്ന് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞാൽ 1 പീസ് വയലിൻ വായിച്ച് പാട്ടെടുത്ത് തരുന്നവർ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും നമുക്ക് ആ ദരിദ്രപ്പടത്തിന് 1 വയലിൻ വെച്ച് വായിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സമ്മതിക്കുന്ന ബോംബേസ് കമാലിനെയൊക്കെ വെച്ചാണ് അത്തരം പടങ്ങൾ ചെയ്യുന്നത്. പടം ആരും കാണാൻ വരാത്ത തരത്തിൽ ഉള്ള ടൈപ്പും കൂടെ ആകുമ്പോൾ പാട്ടും ശ്രദ്ധിക്കാതെ പോകും. അർഹിക്കുന്ന ശമ്പളവും നൽകണ്ടല്ലോ ഇത്തരക്കാർക്കാവുമ്പോൾ. കമാൽ ഭായിക്ക് സംഭവിച്ച ദുരന്തം അതായിരുന്നു എന്ന് ഞാൻ പറയും. 1959 MS ബാബുരാജിനെ പരിചയപ്പെട്ട മനുഷ്യൻ 2015 വരെ കേരളക്കരയിൽ ജീവിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്നു, ഒന്നും നടന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വർഷം എത്ര ഈ മഹാരാഷ്ട്രക്കാരൻ ഇവിടെ ഒന്ന് താമസിച്ചു. മരിക്കുമ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ വീടിനടുത്ത് മൊടോമോളിൽ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാവുന്ന ഒരു വഴിയിലൂടെ ഇറങ്ങി ചെല്ലുന്നിടത്തുള്ള ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അതെനിക്ക് തോന്നുന്നു സ്വന്തമായി വാങ്ങിയെന്ന് തോന്നുന്നു. മൂത്ത മകള് ഓവർ ബ്രിഡ്ജിലോ മറ്റോ ഉള്ള തുണിക്കടയിലോ ചെരുപ്പ് കടയിലോ എവിടെയോ ജോലി ചെയ്തിരുന്നു. രാത്രി കടയടയ്ക്കും മുമ്പ് മോളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഓവർ ബ്രിഡ്ജിൽ കാത്തു നിൽക്കുമായിരുന്നു കമാൽ ഭായ്. മകൾ മുന്നേയും കമാൽ ഭായ് പിന്നെയും പുറകിലുമായിട്ട് പതിയെ നടന്ന് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയും ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ പോയി ഭായ് എന്ന് ചോദിക്കാതിരിക്കാനായി ഞാൻ മാറി നിൽക്കുമായിരുന്നു. കണ്ടവൻ്റെ ടൂണുകൾ അടിച്ചുമാറ്റി ചെയ്ത് പേരെടുത്ത് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി ആഘോഷിക്കുന്ന കപട സംഗീതക്കാർ കൈയടക്കിയ മലയാള സിനിമാ ഗാനരംഗത്ത് സ്വന്തം തലച്ചോറിൽ നിന്ന് ഇമ്പമാർന്ന ഗാനങ്ങളുണ്ടാക്കിയ മനുഷ്യർക്ക് എന്നും ദാരിദ്ര്യവും പട്ടിണിയും അവഹേളനവും മാത്രമായിരിക്കുമെന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബോംബേസ് കമാൽ. ജീവിതം മുഴുവൻ അദ്ദേഹം ഒരു പോരാട്ടത്തിലായിരുന്നു, ദുരിതത്തിലായിരുന്നു. നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടിരിക്കാം, പക്ഷെ ഒന്നും യാഥാർത്ഥ്യമായില്ല. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ കാണാനായിട്ട് അന്നത്തെ മുഖ്യമന്ത്രി 2015 മരിച്ചു കിടക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ കൊച്ചു വഴിയിലൂടെ അകത്ത് പോയി അദ്ദേഹത്തെ കണ്ടു. ഭാര്യയും കരയുന്ന മക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട്, ആരാണ് വന്ന് നിൽക്കുന്നത് നോക്കൂ, നമ്മുടെ ഉമ്മൻചാണ്ടിയാണ് വന്ന് നിൽക്കുന്നത്, മുഖ്യമന്ത്രിയാണ് വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ കരയുന്നുണ്ട്. അദ്ദേഹവും വളരെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു സഹായവും ഉമ്മൻചാണ്ടി സർക്കാർ പോലും
മരിച്ച ശേഷമെങ്കിലും ആ കുടുംബത്തിന് നൽകിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ മൊത്തം തിരസ്കരിച്ച് കളഞ്ഞ ഒരു ജീവിതമായിരുന്നു ബോംബെ ഈസ് കമാലിൻ്റെത്. ആ വലിയ മനുഷ്യനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് കുറേ കാലമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴാണത് പ്രാവർത്തികമാക്കാൻ പറ്റിയത്. അത് പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ RK ശേഖറിനെക്കുറിച്ച് ഓർത്തത്. രണ്ടുപേരുടെയും ജീവിതം ഒരുപാട് നരകതുല്യമായിരുന്നു. അദ്ദേഹം ബോംബെ ചേരിയിലായിരുന്നെങ്കിൽ, മദ്രാസിലെ ചേരിയിലായിരുന്നെങ്കിൽ, ബോംബെ ഈസ് കമാൽ തമ്പാനൂരിലെ ഈ ഓടവെള്ളത്തിൻ്റെ സമീപമായിരുന്നു ജീവിച്ച് തീർത്തത്. ഈ രണ്ട് അനശ്വര കലാകാരന്മാർക്കും, കലർപ്പില്ലാത്ത രണ്ട് അനശ്വര കലാകാരന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.